തരൂർ വിഷയത്തിൽ കോൺഗ്രസിൽ ഗുരുതര പ്രതിസന്ധി തുടരുന്നു. തരൂരിന്റെ വിമർശന വിവാദങ്ങളിൽ കുടുങ്ങരുതെന്ന് നേതാക്കൾക്ക് നിർദ്ദേശം. തരൂരിന്റെ ലക്ഷ്യം വ്യക്തമല്ലെന്നും ജാഗ്രതയോടെ കാത്തിരിക്കാനും ധാരണ. ഇക്കാര്യത്തിൽ കെ.സി. വേണുഗോപാൽ കേരളത്തിലെ നേതാക്കളുമായി ആശയവിനിമയം നടത്തി. തരൂർ ഉയർത്തിയ വിഷയങ്ങളിൽ കേരളത്തിന്റെ നേതൃത്വം അക്ഷരാർത്ഥത്തിൽ കുടുങ്ങി. വിവാദങ്ങളെ തുടർന്നുള്ള ചർച്ചകൾ പലരുടെയും സ്ഥാനങ്ങൾ തെറിക്കുമെന്ന ആശങ്ക നേതാക്കൾക്കിടയിൽ പരന്നു. തരൂരിന്റെ തുടർ നീക്കങ്ങൾ എന്താകുമെന്നും നേതാക്കൾക്ക് നിശ്ചയമില്ല. തുടർന്നാണ് തരൂരിന്റെ വിമർശന വിവാദങ്ങളിൽ കുടുങ്ങരുതെന്ന് നേതാക്കൾ തമ്മിൽ പൊതുധാരണയായത്. ഇക്കാര്യത്തിൽ കെ.സി. വേണുഗോപാൽ കേരളത്തിലെ നേതാക്കളുമായി ആശയവിനിമയം നടത്തി. ജാഗ്രതയോടെ കാത്തിരിക്കാനാണ് ധാരണ. തുടർന്ന് കരുതലോടെയാണ് നേതാക്കളുടെ പ്രതികരണം. കഴിഞ്ഞ ദിവസം രാജകൊട്ടാരത്തിലെ വിദൂഷകനായി തരൂരിനെ പരിഹസിച്ച കെ.സി. വേണുഗോപാൽ ഇന്ന് നിലപാട് മയപ്പെടുത്തിയത് ഇതിന് ഉദാഹരണമാണ്. കേരളത്തിൽ 3.0 കുറിച്ച് സംസാരിക്കുക. ചില രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാര് രാജാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർ പാട്ടുപാടും, അവർ ഗീതങ്ങൾ ഉന്നയിക്കും. അത്തരം രാജദാസന്മാർ ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും കേരളത്തിൽ 3.0 എന്ന് പറഞ്ഞിട്ട്. പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി ഏത് ഭാഗത്തുനിന്ന് വിമർശനം കോൺഗ്രസിനകത്തുണ്ടായാലും അതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്ന പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. വിമർശനങ്ങൾ പറയുന്നതുകൊണ്ട് ഒരാളെ സൈഡ് ലൈൻ ചെയ്യാനോ ഒരാളെ ഒഴിവാക്കാനോ ഒരാളെ ഇല്ലാതാക്കാനോ ചെയ്യുന്ന അത് CPM-ന്റെ ശൈലിയാണ്, അത് ഞങ്ങളുടെ ശൈലിയല്ല. ആദ്യ ലേഖനത്തിൽ തരൂരിനെതിരെ രംഗത്തെത്തിയ നേതാക്കൾ പതിയെ നിലപാട് മയപ്പെടുത്തി. ശശി തരൂരുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിനും ഞാനില്ല. അല്ല, അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ ആവശ്യം. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുമ്പോഴും പാർട്ടി താല്പര്യങ്ങളിൽ വളരെ വലുതാണ്. ആ താല്പര്യങ്ങളിൽ വിരുദ്ധമായിട്ട് ഞാനൊരു കാര്യത്തും പറയാറില്ല. തരൂരിൻ്റെ വിഷയമൊന്നും ഇപ്പം അത്ര ഗൗരവമുള്ളതല്ല. അതിനെക്കുറിച്ച് പാർട്ടി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതൊരു ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമില്ല. അല്ല, ഏതായാലും പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞാൽ കൂടുതൽ ചർച്ചയിലേക്ക് പോകാൻ പാർട്ടി ആഗ്രഹിക്കുന്നു. അവഗണിക്കുന്നതിൽ അദ്ദേഹത്തിന് എല്ലാ പരിഗണനയും ഞങ്ങൾ കൊടുക്കും. തരൂർ ലക്ഷ്യം വെക്കുന്നത് തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും വിഷയത്തിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അതേസമയം ഇനി തരൂരിന്റെ നീക്കങ്ങൾ നിർണായകമാണ്. തരൂർ തന്റെ നിലപാട് വീണ്ടും ആവർത്തിച്ചാൽ കോൺഗ്രസിലെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.